നമസ്കാരം, ഞാൻ സിമി ജസ്റ്റോ. US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: ടെക്സസ് ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന്റെ വിശേഷങ്ങൾ. NSS നോർത്ത് ടെക്സസിന്റെ ഓണാഘോഷങ്ങൾ പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ടു. സൗത്ത് ഫ്ലോറിഡയിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നവകേരള മലയാളി അസോസിയേഷന്റെ ഓണാഘോഷവും സ്വാതന്ത്ര്യദിനാചരണവും നടത്തപ്പെട്ടു. ഹ്യൂസ്റ്റണിലെ ട്രിനിറ്റി മാർത്തോമ ചർച്ചിന്റെ 50-ാം വാർഷികത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ആത്മീയ നിറവിൽ ആഘോഷിച്ചു. ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ മലയാളി അസോസിയേഷൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ടെക്സസ് ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 3ാമത് അന്താരാഷ്ട്ര വടംവലി മത്സരത്തിൽ കോട്ടയം ബ്രദേഴ്സ് കാനഡ 3ാം തവണയും ചാമ്പ്യന്മാരായി. കുവൈറ്റ്, മാൾട്ട, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നടക്കം 12ഓളം ടീമുകൾ വാശിയോടെ പങ്കെടുത്ത മത്സരത്തിൽ ഗ്ലാഡിയേറ്റേഴ്സ് കാനഡയാണ് 2ാം സ്ഥാനത്തെത്തിയത്. ന്യൂയോർക്ക് കിങ്സ് 3ാം സ്ഥാനവും ഹ്യൂസ്റ്റൺ ബ്രദേഴ്സ് 4ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹ്യൂസ്റ്റണിൽ 2022 ആരംഭിച്ച അന്താരാഷ്ട്ര വടംവലി ടൂർണമെന്റിന്റെ 3ാം എഡിഷനാണ് ഓഗസ്റ്റ് 10 സ്റ്റാഫോർഡിലെ ഡെസ്റ്റിനി സെന്ററിൽ അരങ്ങേറിയത്. വാശിയേറിയ ഈ അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. ഹ്യൂസ്റ്റണിലെ ഈ അന്താരാഷ്ട്ര വടംവലി മത്സരത്തിൽ 3ാം തവണയും കോട്ടയം ബ്രദേഴ്സ് കാനഡ വിജയിച്ചപ്പോൾ ഈ വടംവലി മത്സരത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത ആധിപത്യത്തിന്റെ ചരിത്രം കൂടിയാണ് കനേഡിയൻ ടീം സ്വന്തമാക്കിയത്. സംഘടനാ മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ടൂർണമെന്റാണ് ഹ്യൂസ്റ്റണിൽ നടത്തപ്പെട്ടത്. നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് വടംവലി മത്സരത്തിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിയത്. ഈ വർഷത്തെ അമേരിക്കയിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പുതിയ നൂറ്റാണ്ട് പിറക്കുന്ന ചിങ്ങം 1-ാം തീയതി NSS നോർത്ത് ടെക്സസ് പ്രൗഢഗംഭീരമായി ഓണം ആഘോഷിച്ചു. NSS പ്രസിഡന്റ് ദിനേശ് മധു, സെക്രട്ടറി ശിവകാന്ത് നായർ എന്നിവർ നേതൃത്വം നൽകി. NSS പ്രസിഡന്റ് വിളക്ക് തെളിയിച്ച് ആരംഭിച്ച ചടങ്ങിൽ ചെണ്ടമേളവും ചാക്യാർകൂത്ത്, തിരുവാതിരകളി, കോൽക്കളി എന്നീ കേരളീയ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. ഡാലസിൽ നിന്നും സജി സെബാസ്റ്റ്യൻ കുര്യൻ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്.
നമ്മൾ ഡാലസിലെ NSS മലയാളി കൂട്ടായ്മയായ NSSND ഓഫ് ഡാലസ് ഇന്ന് ഡാലസ് ഹിന്ദു ടെമ്പിളിൽ വെച്ച് ഓണം ആഘോഷിക്കുകയാണ്. ഒരു പഴയ നൂറ്റാണ്ടിൻ്റെ അവസാനം പുതിയൊരു നൂറ്റാണ്ടിൻ്റെ ആദ്യമായ ദിവസം തന്നെ നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഏറെ തൃപ്തരാണ്. പക്ഷേ ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ ഈ NSS സമൂഹത്തിൻ്റെ പേരിലും എല്ലാവർക്കും ഓണാശംസകൾ. അമേരിക്കൻ മലയാളികളുടെ ഓണാഘോഷം കണ്ട് ആസ്വദിക്കുവാൻ മാവേലി തമ്പുരാനും മലയാളികൾക്ക് രുചിയുടെ ആഘോഷം പ്രദാനം ചെയ്യപ്പെട്ട ഓണസദ്യയും NSSന്റെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. മലയാള വർഷം 1200 ഇതൊരു തുടക്കമാണ്. അതായത് ഇതൊരു സെഞ്ചുറിയുടെ തുടക്കമാണ്. മലയാള മാസം വെച്ച് നോക്കുമ്പോൾ 1200 1-ാം തീയതി ചിങ്ങം 1-ാം തീയതിയാണ്. This year, we have selected following students for these awards. ഈ വർഷം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച NSS കുടുംബാംഗങ്ങളെയും ഹൈസ്കൂൾ കോളേജ് ഗ്രാജുവേറ്റ്സിനെയും ചടങ്ങിൽ ആദരിച്ചു. പ്രശസ്തി നേടിയ അച്ചീവ്മെന്റ് അവാർഡാണ്. ഭയങ്കര ഓണറായി പോയി. അതെ, ചാക്കിയുടെ നിങ്ങൾക്ക് പരിചയമുണ്ടോ അറിയില്ല. അപ്പൊ നടിന്നങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. അതെ, വിശപ്പുണ്ടേ, നമുക്ക് സദ്യ അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് അതൊക്കെ പിന്നെ കഴിക്കാം. വർണ്ണവൈവിധ്യമാർന്ന കേരളീയ കലാരൂപങ്ങൾ ഓണാഘോഷത്തെ ഏറെ ശ്രദ്ധേയമാക്കി. റൗണ്ട് അപ്പ് പവർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇനിയൊരിടവേള. Griffey's Law Firm, Chicago.
trusted name for work injuries and personal injury cases, wrongful death cases and much more, ensuring aggressive financial results. Attorney Stephen Crufface, serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Crufface Law Firm Limited. www.cruffacelaw.com. സൗത്ത് ഫ്ലോറിഡയിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നവകേരള മലയാളി അസോസിയേഷന്റെ ഓണാഘോഷവും സ്വാതന്ത്ര്യദിനാചരണവും കൂപ്പർ സിറ്റി ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. വിഭവസമൃദ്ധമായ സദ്യയോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ശ്രീ സുശീൽ നാലകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സെക്രട്ടറി ലിജോ പണിക്കർ സ്വാഗതം പറഞ്ഞു. കോൺസൽ ജനറൽ ശ്രീ രമേശ് ബാബു ലക്ഷ്മണൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഫാദർ ശ്രീ ഡേവിഡ് ചിറമേൽ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഓണ സന്ദേശം കൈമാറി. വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തപ്പെട്ട ഈ ഓണാഘോഷങ്ങളിൽ നിന്നും എബി ആനന്ദ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഉറ്റവരെ നഷ്ടപ്പെട്ടവര്, ഉടയവരെ നഷ്ടപ്പെട്ടവര്, ഇനിയും കണ്ടുകിട്ടാത്തവര്, ആ മഹാദുരന്തത്തിൽപ്പെട്ട് മൺപറഞ്ഞു പോയ എല്ലാവരുടെയും ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. It is a festival that transcends barriers, bringing people from all walks of life together to celebrate with joy, laughter and camaraderie. നവകേരളയുടെ 2024 ഓണാഘോഷത്തോടെ സൗത്ത് ഫ്ലോറിഡയിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. Happy Onam greetings to all the families here. May Lord Mahabali and other gods shower us all the health and wealth which you all desire. So your lives can be as bright as Onam flower colors. All the best wishes for the Onam celebration. 30 വർഷക്കാലമായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നവകേരള എന്ന മഹാപ്രസ്ഥാനം അതിൻ്റെ പാരമ്പര്യം ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എന്നും എപ്പോഴും മുന്നിൽ നിൽക്കുന്നു. അമേരിക്കയുടെ കേരളം എന്നറിയപ്പെടുന്ന സൗത്ത് ഫ്ലോറിഡയെ സംബന്ധിച്ചിടത്തോളം നവകേരളയുടെ ഓണാഘോഷത്തോടെ ആരംഭിച്ചപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് മികച്ച ഒരു തുടക്കം നൽകുവാൻ സാധിച്ചു. മഹാബലിയുടെ ജീവിതത്തിന്റെ ആഘോഷമാണ് നമ്മളിവിടെ ആചരിക്കുന്നതെങ്കിൽ നിങ്ങളും ഈ ലോകത്ത് നിന്ന് നിങ്ങൾ കടന്നുപോയാലും മനുഷ്യർ ഓർക്കണം, അങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അതെന്റെ ഉപ്പാപ്പനാണ്, അപ്പാപ്പനാണ്, എൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ മക്കള് പറയും എനിക്കുണ്ടായിരുന്നു ഒരു മമ്മി, എനിക്കുണ്ടായിരുന്നു ഒരു ഡാഡ്. വി ആർ പ്രൗഡ് ഓഫ് മൈ ഡാഡ് എന്ന് പറഞ്ഞതുപോലെ നാം പറയുന്നു. ഒരു സ്വപ്നമാണ് മഹാബലി. ഈ കേരളക്കരയുടെ സ്വപ്നതുല്യമായ ആ ജീവിതം മലയാളികൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് കണക്കാക്കുന്ന സ്വപ്നം ഇനിയും കുറെ വിദൂരത്താണ്. പ്രിയമുള്ളവരെ, നമ്മളിൽ നാനാജാതി മതസ്ഥരും ഒരേ ഹൃദയത്തോടെ ഐക്യത്തോടെ അവരവരുടെ വിശ്വാസങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവരുടെ വേദനകളെ സങ്കടങ്ങളിലേക്ക് ഉള്ളതെല്ലാം പകുത്തുകൊടുത്ത് നിങ്ങൾ ഈ നവകേരള കാണിക്കുന്ന ഈ മാതൃക വളർന്നു വരുന്ന നിങ്ങളുടെ കുട്ടികൾ പകർന്നെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
ഭംഗിയാക്കാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങൾക്കും മുൻ പ്രസിഡന്റുമാർക്കും ആഘോഷത്തിൽ കലാരൂപങ്ങൾ അവതരിപ്പിച്ച കലാകാരന്മാർക്കും ട്രസ്റ്റി ശ്രീ സൈമൺ ഭാരത്തായം നന്ദി പ്രകാശിപ്പിച്ചു. അദ്ദേഹത്തെ നമുക്ക് വിശിഷ്ട അധ്യായം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓണസദ്യയും ഘോഷയാത്രയും മികച്ച കലാപരിപാടികളാൽ സമ്പന്നമായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. US Weekly Roundup powered by PSG Group of Companies ന് മറ്റൊരു ഇടവേള കൂടി. Please stay with us. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash-out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com. ഹ്യൂസ്റ്റണിലെ ട്രിനിറ്റി മാർത്തോമ ചർച്ചിന്റെ 50-ാം വാർഷികത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ആത്മീയ നിറവിൽ ആഘോഷിച്ചു. ട്രിനിറ്റി സെൻട്രലിൽ നിന്നും പ്രദക്ഷിണമായി ഹാളിലേക്ക് ജനങ്ങൾ എത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഇടവക വികാരി ഫാദർ സാം കെ ഈശോയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം അമേരിക്കൻ ഭദ്രാസനാധിപൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ എബ്രഹാം മോർ പൗലോസ് എപ്പിസ്കോപ്പ, ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജ്, ജഡ്ജ് ജൂലി മാത്യു, ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ, മേയർ കെവിൻ കൗൾ, മേയർ റോബിൻ എലക്കാർഡ്, മേയർ കെൻ മാത്യു തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഹ്യൂസ്റ്റണിൽ നിന്നും ജോർജ് തെക്കേമല പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. റിമെമ്പർ, റിജോയ്സ്, റിവൈവ്. ഓർക്കുക, ആനന്ദിക്കുക, പുതുക്കപ്പെടുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഹ്യൂസ്റ്റണിലെ ട്രിനിറ്റി മാർത്തോമ ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ സമാനതകളില്ലാത്ത ഒരു വർഷം നീണ്ടുനിന്ന സമാപന സമ്മേളനത്തിലെ വിശേഷങ്ങളിലേക്ക് നമുക്കും ഒന്ന് കടന്നില്ല. The 50th anniversary of Trinity Marthoma Church. We are deeply blessed to have with us our diocesan bishop, Right Reverend Dr. Abraham Paulos Episcopa, a missionary and a visionary of the Marthoma Church. Tirumeni is the chief guest of today's grand finale. We are proud to note that he is the only Indian serving as an executive member of the World Council of Churches, WCC. Despite his busy schedule, Tirumeni has made time to be with us today, and we warmly welcome him to this meeting. Jubilee is a time to uphold a spirituality that reflects the nature and character of God. God is a God of mission. Trinity Marthoma Church has given so much to the community. When I say so much, look at the leadership in the church alone. As we celebrate this milestone, let us remember the essence of our faith, the Holy Trinity of Father, Son, and Holy Spirit. Just as the Trinity exemplifies perfect unity and love, so too must we strive to embody these qualities within our church community. And I just wanted to say hats off to you
commend to you for your accomplishment and all what good stuff. I'm so glad that this Trinity Marthoma Church, for the last 50 plus years, living with this greater objectives and goals. That is why God has given us a marvelous opportunity to ജൂബിലിയുടെ celebrate സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് നടത്തപ്പെട്ടത്. beautiful fashion. It is an incredible honor ജൂബിലി സന്ദേശം സഭയുടെ അമേരിക്കൻ ഭദ്രാസനാധിപൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ എബ്രഹാം മോർ പൗലോസ് എപ്പിസ്കോപ്പ നൽകി. 50 years ago, you started something, and 50 years later, did you ever imagine 50 years ago you would be sitting here in a beautiful sanctuary like this, celebrating 50 years? Remember, we came here 50 years ago, founded this church, and rejoice in it. And then don't stop there. Revive it going forward. That's what we have to do. It is a sense of joy and happiness, a sense of accomplishment, a sense of loss. ഇടവകയിൽ 50 വർഷം പൂർത്തീകരിച്ചവരെ യോഗത്തിൽ ആദരിച്ചു. ജൂബിലി ജനറൽ കൺവീനർ ജീമോൻ റാന്നി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോജി ജേക്കബ് എന്നിവർ ഇടവക വികാരി ഫാദർ സാം കെ ഈശോയോടൊപ്പം സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു. മാർത്തോമ കോൺഗ്രിഗേഷനാണ്, ഇടവകയാണ് ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ചർച്ച്. ഈ ഇടവകയുടെ ആവിർഭാവത്തിന് പലര് സൂത്രധാരകത്വം വഹിച്ചിട്ടുണ്ട്. അവരെയെല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാ ഇടവക ജനങ്ങളും സഹകരിച്ചു. എല്ലാവർക്കും ഉള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് നിരവധി പരിപാടികൾ നടന്നത്. പ്രത്യേകിച്ച് മിഷൻ ആക്ടിവിറ്റീസൊക്കെ വളരെയധികം നടത്തുവാനായിട്ട് സാധിച്ചു. എല്ലാം അനുഗ്രഹകരമായി നടത്തുവാനായിട്ട് സാധിച്ചു. മാധ്യമത്തിൻ്റെ ഒരു വലിയ സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ മലയാളി അസോസിയേഷൻ ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ആഘോഷങ്ങളിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൈമൺ വാളാച്ചേരിൽ അധ്യക്ഷത വഹിച്ചു. മേയർ കെൻ മാത്യു, ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ, ജഡ്ജ് ജൂലി മാത്യു, ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ തുടങ്ങിയവരടക്കം നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. As we stand here at the Malayali Association of Greater Houston, we celebrate India's Independence Day. It is my privilege to welcome all of our esteemed guests and dignitaries who have joined us today. First, I extend a warm welcome to the Honorable Member of Kerala Legislative Assembly representing Muvattupuzha constituency, Mr. Matthew Kudalnavan. ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ പതാക മുഖ്യ അതിഥി MLA ഡോക്ടർ മാത്യു കുഴൽനാടനാണ് ഉയർത്തിയത്. വൈസ് പ്രസിഡന്റ് സൈമൺ വാളാച്ചേരിൽ അമേരിക്കൻ പതാകയും ഉയർത്തി. ഓഗസ്റ്റ് 15, 1947 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ദിനം. ദീർഘകാലത്തെ അടിമത്തവും പീഡനവും അനുഭവിച്ച് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച മഹത്തായ വിജയമായിരുന്നു. ഇന്ത്യ രാജ്യത്ത് ആ കാലത്ത് നിലനിന്നിരുന്ന അനീതിക്കും അക്രമത്തിനും വിവേചനത്തിനും ഒക്കെ എതിരായി ഉണ്ടായ ഒരു വലിയ മൂവ്മെൻ്റായിരുന്നു. ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിച്ച ഒരു രാഷ്ട്രീയ മൂവ്മെൻ്റായിരുന്നു. അങ്ങനെയാണ് പിന്നോക്കക്കാരെയും ദളിതരെയും ഒക്കെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരെയൊക്കെ രാജ്യത്തിൻ്റെ ഭാഗഭാക്കാക്കി മാറ്റാനും അവരിലൊക്കെ രാജ്യം അവരുടേതു കൂടിയാണ് എന്ന വികാരവും വിചാരവും ഉണ്ടാക്കാനും കഴിഞ്ഞതാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയാം. The greatest soul of humans, and he is the one put us all together through non-violence, and we have become an example. That's a mighty weapon. Non-violence is a mighty weapon. I think we should follow that one, please. And I am very proud to be born in India, to be part of India, and I am very proud of the culture. ലോകമെമ്പാടും മലയാളികൾക്കും ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള ഒരവസരം ഒരുക്കി തന്നത് നമ്മുടെ പൂർവികരാണ്. അവരുടെ കഷ്ടപ്പാടും ത്യാഗവും മറക്കാതെ ആ കഷ്ടപ്പാടും ത്യാഗവും മനസ്സിൽ ആക്കിക്കൊണ്ട് വരുന്ന തലമുറക്ക് അതിലേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്.
every time I go back home, I realize the rich culture that we have and the freedoms that we possess, and all those who sacrificed their lives for where we are right now as a nation. God bless the US and India as well. നമ്മൾ ഈ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് വളരെ അഭിമാനം നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം ഇന്ന് ഇന്ത്യ ഈ 78 വർഷം കൊണ്ട് നമ്മുടെ ലോകരാജ്യങ്ങളിൽ 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. സെക്രട്ടറി സുബിൻ കുമാരൻ, ലതീഷ് കൃഷ്ണൻ, വിനോദ് വാസുദേവൻ, കൊടിയമ്മ പിള്ള തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. US വീക്ക്ലി റൗണ്ട് അപ്പ് പവർഡ് ബൈ PST ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സാപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.